നമസ്കാരം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ഉച്ചപൂജാലങ്കാരം, അതുപോലെ തന്നെ ഇന്നത്തെ ഗുരുവായൂരിലത്തെ പ്രദക്ഷിണ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം കൂടി ആലോചിക്കുകയായിരുന്നു. നമ്മളോട് ഓരോ ദിവസവും നമ്മളോട് ഗുരുവായൂരിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർ നിരവധി കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് അവർക്ക് അവരുടെ അടുത്ത് നമ്മൾ ഗുരുനാഥന്മാരോട് അഭിപ്രായം ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് ഒരാളുടെ മാത്രം സംശയമായിരിക്കില്ല, അത്തരത്തിലുള്ള സംശയങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരിലേക്ക് കൂടി അത് എത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഇന്നത്തെ ഉച്ചപൂജാലങ്കാരൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനഗിരിധാരിയായിട്ട് നിൽക്കുന്ന കണ്ണനായിട്ടാണ് ഇന്ന് നമ്മൾ ഭഗവാനെ കണ്ടിട്ടുള്ളത്. ഉച്ചപൂജാലങ്കാരത്തിൽ ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ ഇന്നും പറയട്ടെ, ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയവർ ഭാഗ്യവാന്മാർ. അല്ലാതെ ഒരുപാട് ദൂരത്തിരുന്നിട്ടും ഭഗവാനെ സ്മരിച്ചിട്ട് ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇപ്പം നിങ്ങളിരുന്ന് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിഭാഗ്യവാന്മാർ തന്നെയാണ്. കാരണം നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് പോലെ, നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഭഗവാനും നമ്മളെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. ഭഗവാൻ നമ്മളുടെ കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കുന്നത്. വളരെ ദൂരത്തിരുന്നിട്ട് നമ്മൾ പറയുന്ന വിശേഷങ്ങളും നമ്മൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളിലൂടെയും ഭഗവാൻ അറിയാവുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പന് വളരെയേറെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇന്ന് ഉച്ചപൂജാലങ്കാരത്തിലെ ഭഗവാൻ ഗോവർദ്ധന ഗിരിധാരിയായിട്ടാണുള്ളത്. ഗോവർദ്ധനം പർവ്വതം ഒരു കയ്യിലെ ഒരു വിരൽ കൊണ്ട് ഉയർത്തിയിട്ട് മറ്റേ കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ചിട്ടാണ് കണ്ടു നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഭഗവാന്റെ ഓരോ ലീലകളിലൂടെയും നമുക്ക് ഓരോ മെസ്സേജ് കിട്ടും. ഇപ്പം ഇതിൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ദേവേന്ദ്രനെ പൂജ ചെയ്യുന്നതിന് പകരം ഭഗവാന്റെ അച്ഛനോട് പറയുകയാണ് നമുക്ക് ഗോവർദ്ധനത്തിന് പൂജ ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഓരോ മെസ്സേജുകളും നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള, നമ്മളതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, നമ്മളതിൽ നിന്നും എന്ത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു ലീല, ഈ ഒരു കഥ പല ആവർത്തി നമ്മൾ പല ഗുരുജനങ്ങളുടെ പ്രഭാഷണത്തിൽ അങ്ങനെ കുറേ ആവർത്തി വായിച്ചിട്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, കണ്ണൻ, ആ ചെറിയ കുട്ടിയായ കണ്ണൻ തൻ്റെ പിതാവിനോട് ഉപദേശത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പ്രകൃതിയെ ആരാധിക്കണം. അതായത് നമുക്ക് എന്താ പറയുക, വെള്ളം തരുന്ന, മഴ തരുന്ന, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ, ഫലങ്ങൾ തരുന്ന, തണൽ തരുന്ന നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മൾ ആരാധിക്കണം, സ്നേഹിക്കണം. അപ്പോൾ അതുപോലെ ഗോവർദ്ധനത്തിന് പൂജ നടത്തണമെന്ന് കണ്ണൻ ആവശ്യപ്പെടുകയാണ്. പിന്നെ അതിനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗോവർദ്ധനം, ആ ലീല. അത് കാലങ്ങളായിട്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കഥകൾ കേൾക്കുന്നവരും ഭാഗവതം കേൾക്കുന്നവരായിട്ടുള്ള നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ അങ്ങനെയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ഗോവർദ്ധന മന്ത്രം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അത് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ നാരായണീയത്തിൽ ദശകം 63 ദശകം ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പട്ടേരിപ്പാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്രന്ഥമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കും. ഇപ്പോൾ വീട്ടിലുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. നാരായണീയം ദശകം 63 എന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഭഗവാന് ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ഇന്ന് ശീലകത്തിരിക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ ഗോവർദ്ധന ഗിരിധാരിയാണ്. ആ രൂപം അങ്ങനെ തന്നെ കണ്ടിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ നമ്മൾ പ്രതിഷ്ഠിക്കുക. നമ്മുടെ ധർമ്മത്തിൽ സങ്കല്പത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് എങ്ങനെയാണോ കണ്ണൻ, അതുപോലെ തന്നെയായിരിക്കണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ചപൂജ കഴിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിലും കണ്ണൻ ഇരുന്നിട്ട് തിളങ്ങി വിളങ്ങേണ്ടത് കേട്ടു. അതുപോലെ തന്നെ ഇന്നത്തെ ഗുരുവായൂരിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എന്താ, കല്യാണം റെക്കോർഡിലേക്കായിരുന്നു. 377 എന്നുള്ളതായിരുന്നു അവസാനം നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു മെസ്സേജിൽ കണ്ടത്. അതിപ്പോൾ 400 അടുത്തായി എന്ന് കേൾക്കുന്നു. 400 കഴിഞ്ഞു എന്നും പറയുമ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. 23-ാം കാര്യമാണ് പറയുന്നത്. ഇത് വ്യാഴാഴ്ച ആയാലും വളരെയധികം തിരക്കുണ്ടായിരുന്നു ഗുരുവായൂർ. പാൽപ്പായസം മേടിക്കാനും വഴിപാട് ചീട്ടാക്കാനും അത്രയും വലിയ ക്യൂ ആണ് ഉണ്ടായിരുന്നത്. നമുക്ക് പ്രസാദോട്ട് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഒരു സുഹൃത്തിനും അവരുടെ വലിയ അവരുടെ ഫാമിലി കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രായമായ അച്ഛനമ്മയും 2 ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പായസമൊക്കെ മേടിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ നമുക്ക് തന്നു.
അങ്ങനെ ഞങ്ങൾ കുളപ്രദക്ഷിണമൊക്കെ പൂർത്തിയാക്കി നന്നായി തൊഴുതു മടങ്ങിയപ്പോഴാണ് അറിയുന്നത് എന്താ അവിടുത്തെ ഒരു കുഞ്ഞിയെ കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനതൊരു വീഡിയോ ചെയ്തതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വടക്കേ നടക്കിയ നാരായണാലയത്തിൻ്റെ അപ്പുറത്തൊരു കുഞ്ഞിയെ പൂജ സ്റ്റാറുണ്ട്. അവിടെയുള്ള ഒരു മാവിൻ്റെ മുകളിലുണ്ട് ഒരാൾ വന്നിരിക്കും. നാഗശലഭം എന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു ശലഭത്തിനെ. ഈ ഫോട്ടോയിൽ കണ്ടാൽ അത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് കാണാണ്ടോ? ഫോട്ടോയിൽ കണ്ടാൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? യെസ്, ഇങ്ങനൊരു ശലഭത്തിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് നമ്മുടെ കൃഷ്ണബന്ധുക്കളെയൊക്കെ അറിയിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെമാതിരി തന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുക്കാനും ഭഗവാൻ ഗുരുവായൂരപ്പൻ നമുക്കൊരു അനുഗ്രഹം തന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. ഇന്നത്തെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ ഗോവർദ്ധന ഗിരിധാരിയാണ്. അദ്ദേഹം ആ ചന്ദനത്തിൻ്റെ അലങ്കാരത്തിൽ സുന്ദരകുട്ടപ്പനായിട്ട് ആ ശ്രീലകത്ത് നമ്മൾ ആ പടി കടന്ന് അകത്തേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഭഗവാന്റെ രൂപം ആദ്യം കാണുക? ആ കാണുന്ന മാതിരി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഗുരുവായൂരപ്പൻ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ ഇരിക്കട്ടെ എന്നും പറയുന്നത് പോലെ ഞാനത് ഒന്നുകൂടി പറയുകയാണ്. കാരണം നേരിട്ട് വന്ന് തൊഴാൻ സാധിച്ച ഒരു ഭാഗ്യമാണ്. ഈ ദൂരദേശങ്ങളിൽ ഇരുന്നിട്ട് ഇത് വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ ഒക്കെ കാണാൻ സാധിക്കുന്ന ആളുകളുണ്ട്, പ്രിയ ഭക്തജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിലേറെ ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഭഗവാനെ സ്മരിക്കണം, അല്ലേ? പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ഒരു കൃഷ്ണബന്ധു ചോദിച്ച കാര്യമാണ്. ഞാൻ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ, ഒരാൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരുപാട് പേര് ഇങ്ങനെ പല കാര്യങ്ങളിലും സംശയങ്ങളുള്ള ആൾക്കാരാവും. അദ്ദേഹം ചോദിച്ചത് എന്താ വെച്ചാൽ, വെർച്വൽ ക്യൂവിന് ബുക്ക് ചെയ്തിട്ട് നമ്മൾ തൊഴാൻ വരുമ്പോൾ ആ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് പ്രിന്റ് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽസ് തന്നെ വേണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു ഗുരുവായൂർ ദേവസ്വം ഒഫീഷ്യലിനോട് ഞാൻ ഇന്നലെ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതൊന്നും വേണ്ട, പ്രിന്റ് ഔട്ട് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഔട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് നോക്കിയാണ് കേട്ടു. അപ്പോൾ എന്തായാലും എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി നോക്കുക. ഇന്ന് ദശകം 63 നാരായണീയം വായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. അകത്ത് ഗുരുവായൂർ ശ്രീലകത്ത് ഗോവർദ്ധന ഗിരിധാരി നമ്മൾ വായിക്കുന്നത് 63ാമത്തെ ദശകം ഗോവർദ്ധനോദാഹരണം. അപ്പോൾ അത് നല്ലൊരു കാര്യമെന്ന് തോന്നി മനസ്സിൽ. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ. നാളത്തെ ദിവസം നാളത്തെ ഉച്ചപൂജ അലങ്കാരവും ഗുരുവായൂർ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവാനായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, ഹരേ ഓം തത്സത്.